പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ നിങ്ങളെല്ലാവരും മൈക്കുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചാനലുകാർ ഉപയോഗിക്കുന്ന മൈക്കുകളൊക്കെ. ഇത് നോക്കൂ, ഇത് വളരെ സിമ്പിളാണ് നമുക്ക് വാങ്ങാനും ഇത് അസംബിൾ ചെയ്യാനൊക്കെ. ഇതൊരു സിംഗിൾ പീസായിട്ടല്ല ഞാനിത് വാങ്ങിയിട്ടുള്ളത്. ഇത് ഡിജിടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ഡമ്മി സ്റ്റിക്കാണിത്. ഇത് ഒറിജിനൽ മൈക്കല്ല, ഇതിനുള്ളിൽ മൈക്കൊന്നുമില്ല, നമ്മൾ പിന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇതൊരു ഡമ്മി സ്റ്റിക്കാണ്. ഈ സ്പോഞ്ച് നമുക്ക് ഊരാൻ പറ്റും, കണ്ടോ? ഈ സ്പോഞ്ച് ഊരിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്കൊക്കെ വയർലെസ് മൈക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ള, അതല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കാനുള്ളൊരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇനി നമ്മൾ എന്നിട്ട് അത് സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ മൂടുക ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇവിടെ ഈ ഡമ്മി മൈക്കിൻ്റെ കൂടെ ഈ കിട്ടിയിട്ടുള്ള ഈ കട്ട, ഇത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇത് ഈ ഡിജിടെക്കിൻ്റെ കട്ടയിട്ടല്ല, ഡിജിടെക്കുകാർക്ക് ഒരു പ്ലേറ്റ് മാത്രമാണുള്ളത്. അപ്പോൾ അത് ഞാൻ വേണ്ടാന്ന് എഴുതിയിട്ട് കട്ട എക്സ്ട്രാ വാങ്ങിയതാണ്. ഇത് 200 രൂപ മുതൽ മുകളിലേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് 350 ഇതിന് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റിക്കിന് വരുന്നത് 700 ചില്ലാനം രൂപയാണ്. ഇത് 700ൻ്റെ മേലെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഹോള് കണ്ടില്ലേ, ഈ ഹോള് നമ്മൾ ഇങ്ങനെയാണിത് ഇടുന്നത്. അപ്പോൾ ഇടുന്ന സമയത്ത് ഈ ഹോള് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, കുറച്ച് പേപ്പറുകൾ ഇവിടെ ചുറ്റി, പേപ്പറുകൾ ചുറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി. അപ്പോൾ സ്റ്റിക്കിൻ്റെ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. മെല്ലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിക്കാം. എന്നിട്ട് നമ്മുടെ ലോഗോയൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ ചണക്കിയ ന്യൂസ് കണ്ടില്ലേ. ഇനി ഇവിടെ പിൻ ചെയ്ത് വെക്കാൻ ഞാൻ മൈക്ക് വാങ്ങിയിരുന്നു. ഈ ഡിജിടെക്കിൻ്റെ മൈക്കിന് എനിക്ക് തോന്നുന്നു 4000-ന് മുകളിലാണ്, 4500, 5000 രൂപയൊക്കെയാണ്. അപ്പം നിലവിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മൈക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന കോളർ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ മൈക്ക് നിങ്ങൾ വാങ്ങുന്നും വേണ്ട. എക്സാമ്പിൾ ഇപ്പം ഞാനിത് U&I എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഈ ഇതിൻ്റെ എന്താണ്, ബോൺ ടു വിൻ എന്നൊക്കെ പറഞ്ഞ് U&I എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ U&I എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മൈക്കാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 1550 രൂപയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം, കോളർ മൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, 2 മൈക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂക്ക് എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ 2 ആവശ്യം വരിക. അപ്പോൾ ഈ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പിൽ 2 മൈക്ക് ഉണ്ട്. പിന്നെ മൊബൈലിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഇതുണ്ട്, മൊബൈലിൻ്റെ ആ സ്ലോട്ട്. ഇതാണ് നമ്മൾ മൊബൈലിന് കൊടുക്കുക. മൊബൈലിന് ഇത് കൊടുത്തതിന് ശേഷം ഇത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഉണ്ട് ഇതിൽ. അപ്പോൾ 2 ഒന്ന് നമുക്ക് ഇതിലെങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഈ ക്ലിപ്പ് കണ്ടില്ലേ, ഈ ക്ലിപ്പ് ഇവിടെ കൃത്യമായിട്ടൊരു സ്ലോട്ട് ഉണ്ട്. ഇവിടേക്ക് മെല്ലെ ക്ലിപ്പ് ചെയ്തിട്ട് നമ്മൾ കോളറിലൊക്കെ പിൻ ചെയ്യണ പോലെ തന്നെ ചെയ്ത് വെക്കാം, കണ്ടില്ലേ. ഇനി ഈ സാധനം നമ്മൾ മൊബൈലിലൂടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിലും വർക്ക് ചെയ്യും. ഇത് സൗണ്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മളിത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ സ്പോഞ്ച് കണ്ടില്ലേ, ഈ സ്പോഞ്ചിന് നല്ലൊരു ഹോൾ ഉണ്ട് ഇവിടെ. ഈ ഹോളിലേക്ക് മെല്ലെ ഇത് വെച്ച് കൊടുത്താൽ മതി, കണ്ടില്ലേ. അപ്പോൾ സ്റ്റിക്ക് മൈക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പം നിങ്ങളൊക്കെ ചാനൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അത്യാവശ്യമായിട്ടുണ്ടാകുന്ന സാധനമായിരിക്കും. നമ്മൾ പബ്ലിക് ഒപ്പീനിയനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് എന്നൊക്കെ ചോദിച്ച് പല ചാനലുകാരും ചോദിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ്. ഇനി ഈ ലോഗോയെ ഒട്ടിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഈ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുന്ന ആ കടയിൽ പോയിട്ട് അവരുടെ അടുത്ത് നമ്മുടെ ലോഗോയുടെ ചിത്രം കൊടുക്കാം. ഈ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കട്ടയും കൊണ്ടുപോകാം. ഈ കട്ടയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരിതിൻ്റെ നീളവും വീതി എടുത്തിട്ട് അതിനനുസരിച്ച് സ്റ്റിക്കർ കൃത്യമായിട്ട് അവർ ഒട്ടിച്ചു തരും. ഇതിന് 60 രൂപയുള്ളൂ ഇതിന്. പക്ഷെ ഞാനത് ഒട്ടിക്കൂടെ ചെയ്ത പയ്യനെ എനിക്ക് ഒട്ടിച്ചും കൂടെ തന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 100 രൂപ കൊടുത്തു. അപ്പോൾ 100 രൂപ ഇതിന് വന്നുള്ളൂ. ഇനി ഈ മൈക്കിന് വരുന്നത് 1550. അപ്പോൾ 1550 പിന്നെ ഈ സ്റ്റിക്കിന് മാത്രം വരുന്നത്, ഈ കട്ട ഒഴികെ ഈ സ്റ്റിക്കിന്, ഈ ഡമ്മി സ്റ്റിക്കിന് വരുന്നത് 750 രൂപയോളാണ്. അപ്പോൾ 1550 750 1600, 2300 2300. പിന്നെ ഈ കട്ടയ്ക്ക് വരുന്നത് 350. അപ്പോൾ 2600. പിന്നെ ഈ ഇൻസുലേഷൻ ടാപ്പ് ഒരു 10 രൂപയുടെ. അപ്പോൾ 2610 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ശരിക്ക് ഒരു ഡമ്മി മൈക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചിലവ്. ഇത് കാണുമ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ഈ ഡിജിടെക്കിൻ്റെ കമ്പനിയുടെ ഈ കട്ടയും എല്ലാം അടക്കം ഇതുപോലെ മൈക്കും അടക്കമുള്ളതുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏകദേശം 6000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. പല റേറ്റിലുള്ള വരുന്നുണ്ട്. പക്ഷെ ഞാനിത് എന്ത് ചോദിച്ചാൽ, ഇതിനാകെ വന്നത് 1550. ഇത് നമ്മുടെ നാട്ടിലൊക്കെ മൊബൈൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന കോളർ മൈക്കുകളാണ്. അപ്പം ഞാൻ ഈ മൈക്കും ഈ ഡമ്മി സ്റ്റിക്കും കൊണ്ടുപോയിട്ട്
അവരുടെ അടുത്ത് നിന്ന് ഓരോ സെറ്റ് വാങ്ങി ഇത് വാങ്ങിയിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ക്ലിപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ സ്പോഞ്ച് ഇടുമ്പോൾ കറക്റ്റാണ്, കണ്ടില്ലേ? അപ്പോൾ ഞാൻ പിന്നെ ശബ്ദമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് മൊബൈലിലൂടെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ക്യാമറ യൂസ് ചെയ്യുന്നവർക്ക് ക്യാമറയ്ക്കും ഇത് വൈഫൈ ആയിട്ട് കൊടുക്കാൻ പറ്റും, ഇതേ മൈക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, മൊബൈലാണെങ്കിൽ മൊബൈൽ, ക്യാമറ ആണെങ്കിൽ ക്യാമറ, അതിനൊക്കെ ഈ സാധനം കൊടുക്കാൻ പറ്റും. അപ്പം ഇത്രയേ ഉള്ളൂ ശരിക്ക് ഇത്തരത്തിലുള്ള ഒരു മൈക്കൊക്കെ വാങ്ങാനും ഇതുപോലെ നമുക്ക് ചാനലുകാരൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റർവ്യൂ എടുക്കാനും അതുപോലെ ആളുകളുടെ പ്രതികരണം എടുക്കാനും. ഇനി കണ്ടിട്ടില്ലേ പത്രസമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത്, അപ്പം നമ്മളുടെ ഈ സ്റ്റിക്കും കൊണ്ടുവയ്ക്കാം. മാധ്യമ പ്രസ് മീറ്റൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കും ഇത്ര ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കും നമ്മുടെ ചാനലിൻ്റെ ലോഗോയൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് വയർലെസ് ആയതുകൊണ്ട് നമ്മളിതിവിടെ വെച്ചു. ഇപ്പോൾ പത്രസമ്മേളനം നടക്കുന്ന കുറച്ച് ആളുകളുടെ മുമ്പിൽ നമ്മുടെ മൈക്കും വെച്ചു. എന്നിട്ട് നമ്മൾ മൊബൈൽ വെച്ചിട്ട് നമ്മൾ വ്യത്യസ്ത ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാം. ശബ്ദം കൃത്യമായിട്ട് ബ്ലൂടൂത്ത് ആയതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ ഇത് ശബ്ദം റെക്കോർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗംഭീരമായിട്ട് ഇതൊരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ നമുക്ക് ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് ഇൻ്റർവ്യൂകൾ, അതല്ലെങ്കിൽ പ്രസ് മീറ്റുകൾ, ഇനി അതല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോ വിഷയത്തെക്കുറിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒപ്പീനിയൻസ്, ഇതൊക്കെ നമുക്ക് എടുക്കാം. അതിനൊക്കെ പറ്റിയ സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ചിലവ് ഇത്രേ വരുള്ളൂ. നമ്മൾ കമ്പനി സാധനം വാങ്ങുമ്പോൾ, ഒന്നിച്ച് വാങ്ങുമ്പോൾ, ഇപ്പോൾ ഡിജിടെക്കിൻ്റെ ഈ കമ്പനിയുടെ സാധനം തന്നെ ഒന്നിച്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം 7,000 റുപ്യേൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളിത് സെപ്പറേറ്റ് വാങ്ങിയത് കൊണ്ട് നമുക്ക് വന്നത് എനിക്ക് തോന്നുന്നു 2,650, 2,700 രൂപ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളാണ് തീരുമാനിക്കണം നമ്മുടെ ബഡ്ജറ്റ് എത്രത്തോളം ഉണ്ട്. അതുപോലെ ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കണം, നമുക്ക് കാര്യങ്ങൾ നടന്നു പോകണം, അത് വൃത്തിയായിരിക്കണം, ഭംഗിയായിരിക്കണം, അത്ര ആവശ്യമുള്ളൂ. അതിന് എക്സ്പെൻസ് കുറയ്ക്കണോ കൂട്ടണ്ടേ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഗുണമാവട്ടെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ മൈക്ക് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളർ മൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോളർ മൈക്കും കൊണ്ടുപോയിട്ട് മൊബൈൽ ഷോപ്പിൽ പോയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റിക്ക് വന്നതിന് ശേഷം ഈ സ്റ്റിക്കിൽ ഒട്ടുമിക്ക കോളർ മൈക്കും പിൻ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മളതിൻ്റെ മേലെ ഈ സ്പോഞ്ച് പിന്നെ ഫ്ലെക്സിബിൾ ആണ്. ഈ സ്പോഞ്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഒരുവിധം മൈക്കൊക്കെ ഇതിന് സ്യൂട്ടബിൾ ആണ്. അപ്പോൾ ഈ ഡിജിടെക്കിൻ്റെ ഈ ഇത് സ്റ്റിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനിതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ആദ്യ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യക്കാർക്ക് ആ കമൻറ്റിൽ പ്രസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കാരണം ഗൂഗിളിൽ ഇനി തിരഞ്ഞ് ബുദ്ധിമുട്ടണ്ട, അതിനുണ്ട്. ഇനി നിങ്ങളിത് പർച്ചേസ് ചെയ്ത് എനിക്കിതിന് കമ്മീഷൻ കിട്ടുന്നൊന്നും കരുതണ്ട, ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണിത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അവൻ എനിക്ക് വാട്സപ്പിൽ ലിങ്ക് ഇട്ട് തന്നു. അപ്പോൾ ആ ലിങ്ക് പ്രകാരം ഞാൻ ആമസോണിൽ കയറിയിട്ട് ഞാനിത് പർച്ചേസ് ചെയ്തു. ഈ സ്റ്റിക്ക് ആദ്യം പർച്ചേസ് ചെയ്തു, അതോടൊപ്പം തന്നെ ഈ കട്ടയും പർച്ചേസ് ചെയ്തു. രണ്ടും രണ്ട് കമ്പനിയാണ്. പിന്നെ മൈക്ക് ഞാൻ ഈ സ്റ്റിക്ക് കിട്ടിയതിന് ശേഷം പോയിട്ട് ഇന്നലെ വാങ്ങിയതാണ് ഈ മൈക്ക്. കാരണം നമ്മൾ ഇതിന് പിൻ ചെയ്ത് വെക്കുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ളതും കൂടെ വേണമല്ലോ. അപ്പോൾ അതും കൂടെ നോക്കി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇന്നലെ പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതിന് ഈ സാധനം വാങ്ങിയിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിതുപോലെ സ്റ്റിക്ക് മൈക്ക് ഉണ്ടാക്കാനൊക്കെ. വളരെ സിമ്പിളാണ്, കുറഞ്ഞ പൈസയ്ക്ക് 2,700 രൂപയ്ക്ക് തന്നെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ആമസോണിലൊക്കെ കയറിയിട്ട് ഇത്തരം മൈക്ക് നമ്മൾ സെർച്ച് ചെയ്താൽ 6,000 7,000 അടക്കമൊക്കെ ആയിരിക്കും കാണിക്കുക. പക്ഷെ നമുക്ക് ആകെ 2,700 ചിലവ് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു ഉപകാരത്തിൽ പെടട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.